അഴൂർക്കടവ് പാലത്തിലെ തെരുവ് വിളക്കുകളാണ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായത്. പാലത്തിൽ 12 തെരുവ് വിളക്കുകൾ ഉണ്ടെങ്കിലും ഇവയിൽ യാതൊന്നും പ്രകാശിക്കുന്നില്ല. MLA ഫണ്ടിലാണ് പാലത്തിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചത്. വെളിച്ചമില്ലാത്ത പാലത്തിന് മുകളിൽ ഗർത്തം രൂപപ്പെട്ടത് അപകട സാധ്യതയും വർദ്ധിപ്പിച്ചു. ഇതോടെയാണ് തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പാലത്തിലൂടെ പന്തം കൊളുത്തി പ്രകടനം നടത്തി. UDF ചിറയൻകീഴ് മണ്ഡലം ചെയർമാൻ ജെഫേഴ്സൺ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. വിളക്കുകൾ കത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ ശക്തമായ പ്രതിഷേധം കുറെ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തിക്കാം എന്ന് വാക്ക് പറഞ്ഞതല്ലാതെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല. തെരുവിളക്കുകൾ കത്തുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു സമരം സംഘടിപ്പിക്കുവാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമിതി തീരുമാനിച്ചത്. ഈ തെരുവിളക്ക് അടിയന്തരമായി കത്തിക്കണം. ഈ സർക്കാരിന്റെ ഭരണം പോലെ ഒരു കഴിവുകെട്ട പഞ്ചായത്ത് ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബജറ്റിനെ കുറിച്ചറിയാം. പഞ്ചായത്ത് ബജറ്റും ഇതുപോലെ തന്നെ. പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിക്കും, ഒരു പദ്ധതി പോലും പൂർത്തിയാക്കുന്നില്ല. അവസാനമാവുമ്പോൾ അതെല്ലാം വെട്ടിച്ചുരുക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. നിരവധി കാൽനട യാത്രക്കാരാണ് പാലത്തെ ആശ്രയിക്കുന്നത്. വെളിച്ചമില്ലാതായതോടെ കാൽനട യാത്രക്കാരും ഏറെ പ്രയാസത്തിലാണ്. കൂടാതെ തെരുവുനായ ശല്യവും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും പ്രദേശത്ത് വർദ്ധിച്ചു വരികയാണ്. കേന്ദ്രത്തിൽ ദൈനംദിനം വന്നു പോകുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഈ അഴൂർ കടവ് പാലത്തിൽ കൂടിയാണ് സഞ്ചരിക്കേണ്ടതുള്ളത്. ഈ കടവ് പാലത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ച, നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ലക്ഷങ്ങൾ ചെലവഴിച്ച ഈ ലൈറ്റുകൾ, ഈ മിനി മാസ്റ്റ് ലൈറ്റുകളിൽ ഒരെണ്ണം പോലും കത്തിക്കുവാൻ കഴിഞ്ഞ 1.5 വർഷക്കാലമായി CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കോ പഞ്ചായത്ത് പ്രസിഡന്റോ കഴിഞ്ഞിട്ടില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് എന്തൊരു ഭരണമാണ്! ഓരോ വർഷവും സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസിന്റെ പേരിൽ ലക്ഷങ്ങളാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കരാർ കൊടുക്കുന്നത്. പാലത്തിലെ തെരുവ് വിളക്കുകൾ പുനഃസ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റു നടപടികളിൽ മെല്ലെപ്പോക്ക് തുടരുകയാണ്. അടിയന്തരമായി പാലത്തിലെ തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിച്ചില്ല എങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തലസ്ഥാന വാർത്തകൾ, പെരുമാതുറ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റീബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.